Hey everyone, so many of you noticed this small device that's been attached to my chest, right? So ഇതിൻ്റെ പേരാണ് ഹോൾട്ടർ മോണിറ്റർ. ഇതെന്ന് വെച്ചാൽ ഒരു സ്മോൾ പോർട്ടബിൾ ഡിവൈസ് ആണ്. അത് നമ്മുടെ ഹാർട്ടിൻ്റെ, അതായത് ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. സോ അൺലൈക്ക് ECG ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ല നമ്മുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഫുൾ ഡേ നമ്മുടെ ഈ ചെസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. സോ ഡോക്ടേഴ്സ് കൂടുതലും ഇത് അഡ്വൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് റിതമൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ECG എടുക്കുമ്പോൾ ആ ഫ്യൂ സെക്കൻഡ്സിൽ വലിയ വേരിയേഷനോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് കാണിക്കത്തില്ല. ചിലപ്പോൾ ലേറ്റർ പോയിന്റിന് ഡേ ആയിരിക്കും എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഹെവിനെസ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ പോലെയൊക്കെ വരുന്നത്. സോ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. സോ വൈ ഡു ഡോക്ടേഴ്സ് റെക്കമെൻഡ് എ ഹോൾട്ടർ മോണിറ്റർ? അല്ലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. യുവർ ഡോക്ടർ മേ ആസ്ക് യു ടു വെയർ വൺ ഇഫ് യു ഹാവ് സിംറ്റംസ് ലൈക്ക് പാൽപിറ്റേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ഭയങ്കര റേസിംഗ് പോലെ തോന്നും അല്ലെങ്കിൽ സ്കിപ്പിംഗ് ബീറ്റ്സ് പോലെ തോന്നും. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ മേ ബി ഡിസിനെസ് ഓർ ലൈറ്റ് ഹെഡഡ്നെസ്. പിന്നെ ഫെയിൻറ്റിങ് ഓർ ഫീലിംഗ് ലൈക്ക് യു മൈറ്റ് ഫെയിൻറ്റ്, അതും ഒരു റീസൺ ആണ്. പിന്നെ ചെസ്റ്റ് ഡിസ്കംഫോർട്ട്, ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും കോമൺ ആണ്. എനിക്ക് കൂടുതലും ചെസ്റ്റ് ഹെവിനെസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, അതും ഈ ചെസ്റ്റ് ഡിസ്കംഫോർട്ടിൻ്റെ ഭാഗമാണ്. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഇടയ്ക്കിടയ്ക്ക് മാത്രം നമുക്ക് പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ കിട്ടാതെ പോലെ തോന്നാറുണ്ട്. ആൻഡ് ഫൈനലി ടു ചെക്ക് ഇഫ് ട്രീറ്റ്മെൻറ്റ് ഓർ ഹാർട്ട് മെഡിക്കേഷൻസ് ആർ വർക്കിംഗ് പ്രോപ്പർലി. സോ ലെറ്റ് സി ഹൗ ലോങ് പീപ്പിൾ ഡു യൂഷ്വലി വെയർ ഇറ്റ്. 24 hours മോസ്റ്റ് കോമൺലി എല്ലാവർക്കും പറയാറുള്ളത്. പിന്നെ 48 hours ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണ്. പിന്നെ ചില ആൾക്കാർക്ക് 72 hours പറയാറുണ്ട്, അതായത് 3 days. എൻ്റെ കേസിൽ 3 days ആണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇൻ സർട്ടൺ കേസസ് ഡോക്ടേഴ്സ് മേ ഓൾസോ റെക്കമെൻഡ് വെയറിംഗ് എ മോണിറ്റർ ഫോർ 7 to 14 days ലൈക്ക് ഇഫ് സിംറ്റംസ് ഡോണ്ട് ഒക്കർ ഓഫൺ. പിന്നെ പലർക്കും ഉള്ള ഡൗട്ട് എന്ന് വെച്ചാൽ ഈ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഫുള്ളി റെസ്റ്റ് എടുക്കണോ ഇതൊക്കെ അറ്റാച്ച് ചെയ്താൽ എന്നുള്ളതാണ്. യെസ്, യു ആർ അഡ്വൈസ് ടു ഡു യുവർ യു ആർ അഡ്വൈസ് ടു ഫോളോ യുവർ നോർമൽ റൂട്ടീൻ. കാരണം എന്നാലേ ഇത് പ്രോപ്പർലി ഒരു യൂസ്ഫുൾ ആകത്തുള്ളൂ നമുക്കൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് വച്ചേക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇലക്ട്രോഡ്സ് ഒന്നും റിമൂവ് ചെയ്യാൻ പാടില്ല അൺലെസ് ഡോക്ടർ ഇൻസ്ട്രക്റ്റഡ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാട്ടർ പ്രൂഫ് ആണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തട്ടിയാൽ കുഴപ്പമില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ വെറ്റ് ആകരുത് എന്ന് പറയാറുണ്ട്. ഈവൻ കൂടുതൽ സ്വെറ്റിംഗ് ആയാലും ഇത് പ്രശ്നമാണെന്ന് പറയാറുണ്ട്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു റീഡിങ് ചിലപ്പോൾ പ്രോപ്പർ ആകില്ല. ഇത് ലൂസനായാൽ റീഡിംഗ് ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ ചില ആക്ടിവിറ്റീസ് നമ്മൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കായിരിക്കും ഇത് പറയുന്നത്. ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ ലൂസൻ ആവാറുണ്ട്. ഈ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി ഈ ബോക്സിൽ അഡീഷണൽ സ്റ്റിക്കേഴ്സ് എല്ലാം അവർ തന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു ലൂസനാണെങ്കിൽ വീണ്ടും ഒട്ടിക്കാൻ. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെ വരാറില്ല. പക്ഷെ അങ്ങനെ ആയാൽ കൂടി ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് എപ്പോഴും ഇളകി വരാറുണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ് ദാറ്റ് ഡ്യൂറിങ് ദിസ് ടൈം. ലൈക്ക് നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന ഡേയ്സിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ച് പേര് ഈ ഒരു ഡൗട്ട് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഡസ് വെയറിങ് ദിസ് ഹോൾട്ടർ മോണിറ്റർ ഹേർട്ട് ഓർ നോട്ട്? അങ്ങനെ പെയിനോ ഒന്നും തോന്നത്തില്ല. ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന പോലെ തോന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. മൈൽഡായിട്ട് ചെറിയൊരു ഇറിറ്റേഷൻ ചില ആൾക്കാർക്ക് തോന്നാറുണ്ട് ഇത് ഇളക്കുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ വച്ചിട്ടൊരു ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് തോന്നാറുണ്ട്. എനിക്കൊരു ഫസ്റ്റ് ഡേ മോർണിംഗ് എണീറ്റപ്പോൾ ചെറിയൊരു ഇച്ചിങ് പോലെ തോന്നി ജസ്റ്റ് അറൗണ്ട് ദിസ് ഏരിയ. പക്ഷെ അതൊന്നും ലാസ്റ്റ് ചെയ്തില്ല, ജസ്റ്റ് ഒരു 1 ടൈം ഇങ്ങനെ ഫീൽ ചെയ്തേ ഉള്ളൂ. ബാക്കിയൊക്കെ നോർമലായിരുന്നു. ഇതൊരു ഇലക്ട്രിക് ഷോക്കോ പെയിനോ ഒന്നും തരാൻ പോകുന്നില്ല. നോർമൽ ഒരു സ്റ്റിക്കറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ്, ദാറ്റ്സ് ഓൾ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി വെബ് കാർഡിയോ ആപ്പ്. എങ്ങനെയാണ് നമ്മുടെ ഇത് മോണിറ്റർ ചെയ്തിട്ട് ഹാർട്ട് റിതം മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ഈ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നുള്ളതെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നതെന്നും കാണിച്ചു തരാം. ആൻഡ് യൂഷ്വലി ഇതൊരു ഗ്രീൻ ഒരു ലൈറ്റ്, ഇങ്ങനെ കുഞ്ഞൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഡേറ്റ ട്രാൻസ്ഫർ ടൈമിൽ ഇവിടെ ഒരു റൗണ്ട് പോലത്തെ ഒരു പോർഷൻ ഉണ്ട്, ഒരു റൗണ്ട് സർക്കിൾ പോലത്തെ. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലൈറ്റിന് പകരം റെഡ് ലൈറ്റ് ഇങ്ങനെ കാണിക്കും. ആ സമയത്ത് വേണം നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ നടത്താനുള്ളത്. സോ അത് ഞാനിപ്പോൾ വെബ് കാർഡിയോ ആപ്പിൽ കാണിച്ചു തരാം. ആൻഡ് ഓരോ ഡിവൈസ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന അനുസരിച്ച് ഈ ആപ്ലിക്കേഷനും ഇതെല്ലാം മാറുന്നതായിരിക്കും. വേറെ ആപ്സ് ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വെബ് കാർഡിയോ ആണ്. സോ അതെന്തായാലും അതിൻ്റെ വർക്കിങ്ങും എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും.
സോ എൻ്റെ കേസിൽ വെബ് കാർഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണിൽ. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഓപ്പൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ECG ട്രാൻസ്ഫർ ടുഡേ 7 AM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7 AM ആകുമ്പോഴാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ECG എന്നൊരു ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഈ റിപ്പോർട്ട് സിംറ്റം എന്നൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് ഭയങ്കരമായിട്ട് ഹെവിനെസ് അല്ലെങ്കിൽ പൽപിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇത് റിലേറ്റഡ് വരുന്നെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാനാണ് ഈ ഒരു പേജ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബട്ടൺ ഉള്ളത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ പോലെ അവർ തന്നിട്ടുണ്ട്, അതും ചെയ്യാം. സോ ഞാനിപ്പോൾ ട്രാൻസ്ഫർ ECG ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ആ LED ഗ്രീനിൽ നിന്ന് റെഡായിട്ട് ടേൺ ആവും. അപ്പോൾ വൺസ് റെഡായിട്ട് ടേൺ ആയാൽ നമുക്ക് ഈ കണക്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇതേ കണക്റ്റ് കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കാൻ പറയും. ആൻഡ് ഫോൺ മാക്സിമം നമ്മുടെ ഈ ഒരു മോണിറ്ററിൻ്റെ അടുത്തോട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ വയ്ക്കുമ്പോഴാണ് എൻ്റെ കൂടുതലും പെട്ടെന്ന് ട്രാൻസ്ഫർ നടക്കുന്നത്. ആൻഡ് ഇതൊരു ട്രാൻസ്ഫർ ചെയ്യുന്നത് ECG ട്രാൻസ്ഫറിങ് നമ്മുടെ മൊബൈലിലോട്ടൊരു 2 to 3 minutes കൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കി വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്ന് ക്ലൗഡിലോട്ടും ട്രാൻസ്ഫർ ഉണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഇത് ഫുള്ളി കംപ്ലീറ്റ് ആവും. പിന്നെ അത് വീണ്ടും ആപ്പിൽ കാണിക്കും അടുത്ത ECG ട്രാൻസ്ഫർ എപ്പോഴാണെന്നുള്ളത്. സോ എൻ്റെതെന്ന് വെച്ചാൽ 7 AM to 7 PM ആയിരുന്നു. ഇഫ് യുവർ ഡോക്ടർ റെക്കമെൻഡ്സ് എ ഹോൾട്ടർ മോണിറ്റർ, ദസ് നോ നീഡ് ടു ബി സ്കെയർഡ്. ഇതൊരു സേഫ് പെയിൻലെസ് ആയിട്ടുള്ള നോൺ ഇൻവേസീവ് ടെസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ വാല്യുബിൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി നമ്മൾ. And if you're ever advised to wear one, just follow your doctor's instructions, and you just need to follow your normal routine as much as possible. Okay, that's a message to all of you from my end. All right, thank you. Bye everyone.